ഇതൊരു നീണ്ട വീഡിയോ ആണ്, സംശയമില്ലേ. പക്ഷെ അത് മനഃപൂർവ്വം തന്നെ ചെയ്തതാണ്. ക്ഷമയുള്ളവർ മുഴുവനും കേൾക്കട്ടെ. താങ്ക് യു. നമസ്കാരം. അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. 1975 ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദ് ചെയ്തതുകൊണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നാണ് നാട് മുഴുവനും പറഞ്ഞു നടക്കുന്നത്. ഇതാണ് നിങ്ങളും വിശ്വസിക്കുന്നതെങ്കിൽ ഈ വീഡിയോ മുഴുവനും കേൾക്കണം. അടിയന്തരാവസ്ഥ ഒരു ദിവസം പെട്ടെന്നെടുത്ത തീരുമാനമാണെങ്കിൽ തന്നെയും അതിലേക്ക് സാഹചര്യമൊരുക്കിയ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. അത് ആരംഭിക്കുന്നത് 1973 കാലം തൊട്ടാണ്. പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് വേണ്ടി യുദ്ധം ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. 1971 മൃഗീയമായ ഭൂരിപക്ഷത്തോടെയാണ് ലോക്സഭയിലേക്ക് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും അഭയാർത്ഥികളായി 1 കോടിയിൽ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ വന്നു. ആ 1 കോടി ആളുകളെയും ഇന്ത്യ അഭയം നൽകി. അവർക്ക് നമ്മൾ സൂക്ഷിച്ച ഭക്ഷ്യധാന്യങ്ങളിൽ നിന്നും കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ കലവറ സത്യത്തെ പറഞ്ഞാൽ 1972 ആകുമ്പോഴേക്കും കാലിയായി. മാത്രമല്ല ബജറ്റിൽ നിന്നും വലിയ ഒരു തുക ബംഗ്ലാദേശിന് വേണ്ടി അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിന് മാറ്റിവെച്ചു. അവരുടെ സേനയ്ക്ക് ആയുധം മേടിച്ച് നൽകുന്നത് പോലും ഇന്ത്യ സർക്കാർ ആയിരുന്നു എന്നുള്ളത് ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൂടാതെ ആ കാലത്ത് ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില 4 ഇരട്ടിയായി വർദ്ധിച്ചു. ഇതിനെല്ലാം പോരാഞ്ഞിട്ട് മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറയുന്നത് പോലെ 73-72 കാലഘട്ടങ്ങളിൽ ശക്തമായ വരൾച്ച ഇന്ത്യയെ ബാധിച്ചു. അപ്പം സ്റ്റോറേജ് ഫുഡ് മുഴുവനും തീർന്നു. വരൾച്ച കാരണം കൃഷിക്കാർ വലയുകയാണ്. സ്വാഭാവികമായും വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടായി. 22% വിലക്കയറ്റം ആ കാലങ്ങളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. ഇതിനെതിരെ പലതരത്തിലുള്ള മൂവ്മെന്റുകൾ രാജ്യത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഡസ്ട്രി മേഖലകളിൽ തൊഴിലാളികൾ സമരത്തിലായി. റെയിൽവേ സ്തംഭിപ്പിക്കത്തക്ക രീതിയിൽ 1974 ആകുമ്പോഴേക്കും സ്തംഭിപ്പിക്കത്തക്ക രീതിയിൽ 22 ദിവസം ഇന്ത്യയുടെ റെയിൽവേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇന്ത്യയുടെ ജീവനെ നിലനിർത്തുന്ന സാധനമാണ്. 22 ദിവസം റെയിൽവേ പണിമുടക്കി. നിശ്ചലമായി റെയിൽവേ. ഇനി ഇതിനൊക്കെ സാഹചര്യം ഒരുക്കിയത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ 74 കാലഘട്ടങ്ങളിൽ ഗുജറാത്തിലെ വിദ്യാർത്ഥി മൂവ്മെന്റിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ആരംഭം ഉണ്ടാവുന്നത്. ഹോസ്റ്റലിലെ മെസ് ഫീസ് വർദ്ധിപ്പിച്ചു. ഇതിനെതിരെയായിട്ട് ഗുജറാത്തിലെ ചില വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങി. മൊറാർജി ദേശായി എന്ന് പറയുന്ന ഒരു നേതാവ് അതിനു മുമ്പേ പ്രധാനമന്ത്രിയാകാൻ എല്ലാവിധ ആഗ്രഹങ്ങളും മടക്കി കുത്തി കീശയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇതൊരു പുതിയ അവസരമായി കിട്ടി. കാരണം 1971 നാമാവശേഷമായി ഇന്ദിരാഗാന്ധിക്ക് എതിരെയുള്ള പ്രതിപക്ഷ കക്ഷികൾ മുഴുവനും. അപ്പൊ എന്തു പറ്റി? അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മബലം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സാധ്യമാകുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ഗുജറാത്തിലെ വിദ്യാർത്ഥികളുടെ സമരത്തിന് മൊറാർജി ദേശായി സപ്പോർട്ട് പ്രഖ്യാപിച്ചു. സത്യത്തിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി അക്രമം കാണിക്കുന്ന രീതിയിലേക്ക് അത് വളർന്നു. UP-യിൽ പോലീസുകാര് ആയുധമേന്തി കലാപത്തിന് വന്നു. പട്ടാളത്തെ ഇറക്കി ആ കലാപത്തെ നിയന്ത്രിക്കേണ്ടി വന്നു. അതിൽ 35 കോൺസ്റ്റബിൾസ് ആണ് UP-യിൽ മരണപ്പെട്ടത്. അപ്പം രാജ്യത്തുടനീളം വലിയ സംഘർഷങ്ങൾ പുറപ്പെടാൻ കാരണമാകത്തക്ക രീതിയിൽ രാജ്യത്തെ ഒരു വിലക്കയറ്റത്തിനെ വലിയ രീതിയിൽ എന്താ പറയുക പർവ്വതീകരിച്ച് ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കുക എന്നുള്ളൊരു മുദ്രാവാക്യവുമായി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് പോയി. പക്ഷെ അപ്പോഴും
പ്രധാനപ്പെട്ട കുറച്ച് 20% മാത്രം താഴെ വരുന്ന വലിയ കർഷകന്മാരും വലിയ വ്യവസായികളും ഉൾപ്പെടുന്ന ഒരു വിഭാഗം ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും പാവങ്ങളും ഇന്ദിരാഗാന്ധിക്കൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ 1976 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് തങ്ങൾക്ക് സാധാരണഗതിയിൽ അധികാരത്തിലേറാൻ കഴിയില്ല എന്നിവർക്ക് ഉറപ്പായിരുന്നു. 1974 ജനുവരി മാസത്തില് ഗുജറാത്തിലെ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ഒരു സമരത്തിനിറങ്ങി. 10 ആഴ്ചക്കാലം വിദ്യാർത്ഥികള് തെരുവിലിറങ്ങി പോലീസുമായി കലാപം നടന്നു. ക്ലാസുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് കോളേജുകളിൽ ചെല്ലാതെ കൃത്യമായ ഒരു അനാർക്കി രാജ്യത്ത് വളർന്നു തുടങ്ങിയപ്പോൾ മൊറാർജി ദേശായി എന്ന് പറയുന്ന പ്രതിപക്ഷത്തിലെ നേതാവ് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മരണം വരെ നിരാഹാരവും പ്രഖ്യാപിച്ചു. അങ്ങനെ 1974 ഫെബ്രുവരിയിൽ ആ സംസ്ഥാന സർക്കാരിനെ മരവിപ്പിച്ചു. അവിടെ പ്രസിഡന്റ് ഭരണം നടപ്പിലാക്കി. അദ്ദേഹം അതിലും തൃപ്തനായില്ല. അദ്ദേഹത്തിന്റെ നിരാഹാര സമരം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ചിമൻ ചോർ എന്നാണ്. ചിമൻഭായ് പട്ടേൽ എന്ന് പറയുന്ന അന്നത്തെ മുഖ്യമന്ത്രി കള്ളനാണ്, ഇവിടെ അഴിമതി നടത്തുകയാണ് എന്നൊക്കെയുള്ളതായിരുന്നു മുദ്രാവാക്യം. ഇതേ സമയത്ത് തന്നെ ബീഹാറിലും ചെറിയ രീതിയിലുള്ള വിദ്യാർത്ഥികളുടെ സംഘർഷങ്ങൾ വളർന്നു തുടങ്ങിയപ്പോൾ അതിനൊരു നേതാവിനെ തേടുകയായിരുന്നു. അപ്പോഴാണ് ഈ പ്രതിപക്ഷ നേതാക്കന്മാരുടെ സംഘം ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന ഒരു പഴയ ഒരു സിംഹത്തെ, സ്വാതന്ത്ര്യ സമരകാലത്തെ വലിയൊരു വിപ്ലവ നേതാവിനെ പോയി കാണുന്നത്. ജയപ്രകാശ് നാരായണൻ ഗാന്ധിജിയുടെ അടുത്ത ശിഷ്യനായിരുന്നു. അദ്ദേഹം കക്ഷി രാഷ്ട്രീയമില്ലാത്ത ജനാധിപത്യം നടപ്പിലാകണമെന്ന് വിശ്വസിച്ച ആളാണ്. പാർട്ടികൾ ഉണ്ടാവാൻ പാടില്ല, ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ പ്രതിനിധികളായി വരണം, അവര് മേലെയുള്ള തട്ടിൽ പ്രതിനിധികളായി സെലക്ട് ചെയ്യണം. അതൊരു ഗാന്ധിയൻ മോഡലാണ്. അതുകൊണ്ട് രാഷ്ട്രീയമില്ലാത്ത ജനാധിപത്യം ഉണ്ടാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു 10-30 വർഷമായിട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ആശയത്തില് ഒരു തരത്തിലുള്ള പ്രോഗ്രസും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ പോയിട്ട് കാര്യമില്ല എന്നും ഒരു പുതിയ മാർഗം സ്വീകരിക്കേണ്ടതുണ്ട് എന്നും ആലോചിച്ചിരിക്കുമ്പോൾ ഇവരുടെ ഈ റിക്വസ്റ്റിനെ ജയപ്രകാശ് നാരായണൻ സ്വീകരിച്ചു. ഒരു കണ്ടീഷനിൽ, ഇത് ബീഹാറിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമായിരിക്കില്ല, ഇത് രാജ്യത്ത് മുഴുവനും വ്യാപിക്കേണ്ട പ്രശ്നമാണ്. അങ്ങനെ ജയപ്രകാശ് നാരായണൻ ആ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്നു. ജയപ്രകാശ് നാരായണൻ ജനങ്ങളോട് കംപ്ലീറ്റ് റവല്യൂഷൻ, പൂർണ്ണ വിപ്ലവം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ടോട്ടൽ റവല്യൂഷൻ എന്നാണ് അദ്ദേഹം അതിന് ഉപയോഗിച്ച വാക്ക്. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഒരു വർഷക്കാലം നിങ്ങൾ ഞങ്ങൾക്ക് തരൂ, ആ വർഷക്കാലത്തിനിടയിൽ ശരിയായ ജനാധിപത്യം ഇവിടെ കാണിച്ചു തരാം. അതിനിടയിൽ വിദ്യാർത്ഥികൾ 1 വർഷത്തെ പഠിത്തം വേണ്ടാന്ന് വെക്കട്ടെ, അവരെല്ലാവരും കോളേജിൽ നിന്ന് പുറത്തിറങ്ങട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാര് 1 വർഷം ജോലി ചെയ്യാതിരിക്കാൻ തീരുമാനിക്കണം, പോലീസുകാരും പട്ടാളക്കാരും 1 വർഷക്കാലത്തേക്ക് സർക്കാരിനെ അനുസരിക്കരുത്, കർഷകന്മാരും വ്യവസായികളും 1 വർഷക്കാലത്തേക്ക് നികുതി കൊടുക്കരുത്. അതായത് ഒരു തരത്തിലും സർക്കാരിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. 1 വർഷക്കാലം ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ അതിനുശേഷം വരുന്നത് ടോട്ടൽ റവല്യൂഷനാണ്, അതിനുശേഷം ഇന്ത്യ കാണാൻ പോകുന്നത് ഏറ്റവും നല്ല ജനാധിപത്യമാണ് എന്ന് അദ്ദേഹം ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അക്കാലത്ത് ഘരാവോ എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമായിരുന്നു. ആളുകളെ ഘരാവോ ചെയ്യുക, MLA-മാരെ, ബീഹാറിന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി MLA-മാരെ ഘരാവോ ചെയ്യുക, വീടുകളിൽ അവരെ തടങ്കലിലാക്കുക, എന്നിട്ട് നിർബന്ധമായി രാജി എഴുതി വാങ്ങുക, ആ രാജി ഗവർണറെ അവസാനം സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ 99ഓളം MLA-മാര് ഈ ഭീഷണിയിൽ MLA സ്ഥാനം രാജിവെച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീടാണ് ഇന്ദിരാഗാന്ധി MLA-മാരുടെ രാജി സ്വീകരിക്കുന്നത്. അത് MLA-മാരുടെ പൂർണ്ണ മനസ്സമ്മതത്താൽ എഴുതിയിട്ടുള്ള രാജിക്കത്താകണം എന്ന് ഉറപ്പിക്കേണ്ടത് ഗവർണറുടെ ചുമതലയാണ് എന്ന
ഒരു ഭരണഘടന അമെൻമെന്റ് തന്നെ കൊണ്ടുവരുന്നത് ഈ സംഭവത്തിന് ശേഷം. പറഞ്ഞതുപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും റാലികളുമായി ചെന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റാലിയിൽ പങ്കെടുത്തതും വലിയ പരിപാടികൾ നടന്നതും ജനസംഘും RSSും ഏറ്റവും ശക്തമായി പ്രതിനിധീകരിച്ചിരുന്ന സ്ഥലങ്ങളിലാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് പല രാഷ്ട്രീയ കക്ഷികളും RSSനോട് യോജിക്കാൻ മനസ്സ് തയ്യാറായില്ല. ഉദാഹരണത്തിന് CPI RSSുമായി യോജിക്കുന്ന ഒരു സമരത്തിന് ജയപ്രകാശ് നാരായണൻ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിന് അന്ന് ജയപ്രകാശ് നാരായണൻ കൊടുത്ത മറുപടി RSSകാര് വർഗീയവാദികളും ക്രിമിനലുകളും ആണെങ്കിൽ ഞാനും ഒരു വർഗീയവാദിയും ക്രിമിനലുമാണ് എന്നാണ്. അതായത് അന്നേ വരെ ഇന്ത്യയുടെ ജനാധിപത്യ സമൂഹം വർഗീയവാദത്തിന്റെ പേരിൽ മാറ്റിവെച്ചിരുന്ന RSS പോലത്തെ സംഘടനകൾക്ക് ഒരു ക്ലീൻ ചീറ്റ് കിട്ടുന്ന രീതിയിലുള്ളതായിരുന്നു ജയപ്രകാശ് നാരായണന്റെ അഭിപ്രായ പ്രകടനങ്ങൾ മുഴുവനും. അങ്ങനെ രാജ്യത്തുടനീളം ഈ റാലികളുമായി സംഘർഷങ്ങൾ വളർന്നുകൊണ്ടിരുന്നപ്പോൾ 1974 ജയപ്രകാശ് നാരായണനെ ഇന്ദിരാഗാന്ധി അവരുടെ വസതിയിൽ വിളിച്ചു വരുത്തി. അവരോട് ആവശ്യപ്പെട്ടു, താങ്കൾ തയ്യാറാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും. അങ്ങ് ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. 71 തെരഞ്ഞെടുപ്പിന് ശേഷം 76 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ അങ്ങ് തയ്യാറാകും. ഈ വെല്ലുവിളി ജയപ്രകാശ് നാരായണൻ ഏറ്റെടുത്തു. അങ്ങനെ 76 തെരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം ഒരു നാഷണൽ കമ്മിറ്റി കൂട്ടിച്ചേർത്തു. പക്ഷെ ഇതിനിടയിലാണ് വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായൺ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രതിനിധി ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പില് സർക്കാർ വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്തു. എന്തായിരുന്നെന്നറിയോ? അതാണ് ഇന്ദിരാഗാന്ധി വലിയ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ കള്ളത്തരം കാണിച്ചു എന്നൊക്കെ വിശ്വസിച്ചാല് എന്താണെന്നറിയോ പരാതി? ഇന്ദിരാഗാന്ധി ഒരു പൊതുവേദിയിൽ അവിടേക്ക് ആവശ്യമായിട്ടുള്ള ലൗഡ് സ്പീക്കർ എത്തിക്കുന്നതിന് ഒരു സർക്കാർ വാഹനം ഉപയോഗിച്ചു എന്നുള്ളതിന്റെ തെളിവ് വെച്ചിട്ടാണ്. മാത്രമല്ല, ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നുള്ള പേര് വെച്ചിട്ടാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. അത് അലഹബാദ് ഹൈക്കോടതി ശരിവെച്ചു. അങ്ങനെ ജൂൺ 12 ഇന്ദിരാഗാന്ധി വരുന്ന 6 വർഷക്കാലത്തേക്ക് പ്രധാനമന്ത്രിയായി തുടരരുത് എന്നും ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കരുത് എന്നും ഒരു തരത്തിലുള്ള ഒഫീഷ്യൽ പോസ്റ്റുകൾ, ഗവൺമെന്റ് ഒഫീഷ്യൽ പോസ്റ്റുകൾ എടുക്കാൻ പാടില്ല എന്നും തീരുമാനിച്ചു. ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി. അന്ന് അവധിക്കാലം നടക്കുകയാണ്. നമുക്കറിയാലോ, ജൂൺ മാസങ്ങളിൽ അവധിക്കാലം നടക്കുകയാണ്. അങ്ങനെ അവധിക്കാല ബെഞ്ചിന്റെ ഹെഡായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ ഈ അപ്പീലിന് ഉത്തരമായി പറഞ്ഞു, അവധിക്കാലം കഴിഞ്ഞതിന് ശേഷം ഈ കാര്യത്തെക്കുറിച്ചൊരു തീരുമാനമെടുക്കും. അതുവരെ തീരുമാനമെടുക്കുന്നത് വരെ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരുന്നതിലോ മറ്റ് പ്രധാനമന്ത്രി പദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലോ ഒരു തടസ്സവുമില്ല. പക്ഷേ വോട്ട് ചെയ്യാൻ കഴിയില്ല. പാർലമെന്റിനകത്ത് വോട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇന്ന് ഇന്ദിരാഗാന്ധിക്ക് പാർലമെന്റിനകത്ത് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലും രാജ്യസഭയിലും കോൺഗ്രസ് ഉള്ളത്. അപ്പം വളരെ കൃത്യമായി കോടതി പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഇതിന് അവസാന തീർപ്പ് വരുന്നത് വരെ ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി പദത്തിന് ഒരു തടസ്സമില്ല. സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുന്നത് വരെ ഇന്ദിരാഗാന്ധിക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ അലഹബാദ് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ പേരിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന് പറയുന്നത് ശുദ്ധ നുണയാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടിരിക്കുന്നതിനിടയിൽ ഗുജറാത്തില് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. കോൺഗ്രസ് പരാജയപ്പെട്ടു. 75 സീറ്റേ കിട്ടിയുള്ളൂ. 85 സീറ്റോടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മ വിജയിച്ചു. എന്നിട്ടോ ആരാണെന്നറിയോ മുഖ്യമന്ത്രിയായത്? അതേ ചിമൻ ഭായ് പട്ടേൽ. ചിമൻ ചോർഹെ എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ കലാപം നടത്തി ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കണം എന്നുള്ള ദേശീയ മൂവ്മെന്റ് ആക്കി അതിനെ മാറ്റി ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് ചെയ്യിപ്പിച്ച് അവസാനം ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതേ ചിമൻ ഭായിനെ
മുഖ്യമന്ത്രിയായി വാഴിക്കുകയും ചെയ്തു. അപ്പോൾ ഉറപ്പല്ലേ ഇവരുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഇടയ്ക്ക് 2 പ്രധാന സംഭവവികാസങ്ങൾ നടന്നു. ഇതേ ജൂൺ മാസത്തിനോട് ചേർന്നുള്ള സമയങ്ങളിൽ ജയപ്രകാശ് നാരായൺ പിന്നീടുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ 2 കാര്യങ്ങൾ നിരന്തരമായി പ്രഖ്യാപിക്കാൻ തുടങ്ങി. അതായത് പോലീസുകാരും പട്ടാളക്കാരും സർക്കാരിനെ അനുസരിക്കരുത്, ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ സർക്കാരിനെ നിങ്ങൾ അനുസരിക്കരുത്, ടാക്സ് കൊടുക്കരുത്, വ്യവസായികളും തൊഴിലാളികളും ടാക്സ് കൊടുക്കരുത്, വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കരുത്, പുറത്തിറങ്ങണം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മുഴുവനും മുടക്കണം. അപ്പോഴാണ് നമ്മൾ മെയ് മാസക്കാലത്തെ ജോർജ് ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിലുള്ള റെയിൽവേ സമരത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഇന്ത്യയുടെ ജീവനാഡിയാണ് റെയിൽവേ. റെയിൽവേ സ്തംഭിപ്പിച്ചത് കാരണം ചെറിയ രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി പിന്നെയും പിറകോട്ട് പോയി. കർഷകന്മാര് വിശ്വാസം നഷ്ടപ്പെട്ട് പതിയെ പതിയെ ഫീൽഡുകളിലേക്ക് അല്ലെങ്കിൽ കാർഷിക വൃത്തിയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമയമായിരുന്നു. വിദ്യാർത്ഥികള് ഈ സമരത്തിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കി കോളേജുകളിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലമായിരുന്നു. അപ്പോ ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് മനസ്സിലായി ഇനി 976 വരെ കാത്തിരിക്കുമ്പോഴേക്കും ഈ മൂവ്മെന്റിന്റെ വീര്യം മുഴുവനും കെട്ടടങ്ങുമെന്ന്. അങ്ങനെ മൊറാർജി ദേശായി പ്രഖ്യാപിച്ചു, ജൂൺ 26-ാം തീയതി 25-ാം തീയതി ഞങ്ങൾ സിവിൽ ഡിസൊബീഡിയൻസ് പ്രഖ്യാപിക്കുകയാണ്. ജൂൺ 25-ാം തീയതി മുതൽ നിസ്സഹകരണം തുടങ്ങാൻ പോവാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് ഞങ്ങൾ പ്രധാനമന്ത്രിയെ ഘെരാവോ ചെയ്യും, അവരെ ഞങ്ങൾ വീട്ടു തടങ്കലിലാക്കും, ഞങ്ങളുടെ പ്രവർത്തകർ അവരുടെ വീട് വളയും. 29-ാം തീയതിക്കകം ഇന്ദിരാഗാന്ധി സ്വന്തം പദത്തിൽ നിന്നും രാജിവെച്ചില്ല എങ്കിൽ നിങ്ങൾ ഒരു ജാലിയൻ വാലാബാഗിന് തയ്യാറായിക്കോളൂ. എന്താ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞാൽ? ജാലിയൻ വാലാബാഗില് പട്ടാളം ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ചതാണ്. അതായത് ഇന്ദിരാഗാന്ധി പടിയിറങ്ങിയില്ല എങ്കിൽ ജനങ്ങൾക്ക് നേരെ നിറയൊഴിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ രത്ന ചുരുക്കം. അപ്പം രാജ്യത്ത് നിരന്തരമായ അനാർക്കി നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള മാസ് മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഐഡിയോളജി ഒന്നും ഇല്ലാതെ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു മാസ് മൊബിലൈസേഷനിലൂടെ അവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം സംഭവിച്ചത് പൂർണ്ണമായ ഫാസിസത്തിലേക്കുള്ള വളർച്ചയാണ് നമ്മുടെ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അന്നത്തെ ആഭ്യന്തര സാഹചര്യത്തിൽ നിന്നും ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദം രാജിവെച്ചാൽ രാജ്യം ഓൾറെഡി തന്നെ പലതരത്തിലുള്ള കടക്കണിയിലാണ്. അത് വലിയ രീതിയിൽ രാജ്യത്തിന്റെ നാശത്തിന് വഴിവെക്കും എന്ന് മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിക്കും സെക്യൂരിറ്റിക്കും ഇന്റഗ്രിറ്റിക്കും ഡെമോക്രസിക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അടിയന്തരാവസ്ഥ നടപ്പിലാക്കുന്നത്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഡെമോക്രസിക്ക് വേണ്ടി അടിയന്തരാവസ്ഥ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എന്നെ എതിർക്കാനുള്ള ആളുകൾ ഉണ്ടാവും. പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന്. ഒന്ന്, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആദ്യമായി കൊണ്ടുവന്ന ഒരു ഏർപ്പാടല്ല. അടിയന്തരാവസ്ഥ ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശമാണ് പ്രധാനമന്ത്രിക്ക്. പലതരത്തിലുള്ള അടിയന്തരാവസ്ഥകളുണ്ട്. സാമ്പത്തിക അടിയന്തരാവസ്ഥയുണ്ട്, സാമൂഹിക അടിയന്തരാവസ്ഥയുണ്ട്. നോട്ട് നിരോധനത്തിന്റെ സമയത്ത് നമ്മൾ കണ്ടത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. കൊറോണ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് സാമൂഹിക അടിയന്തരാവസ്ഥയാണ്. മറ്റ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യുമ്പോൾ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. സർക്കാർ പറയും പോലെ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അതുപോലെ ഭരണഘടനയിലെ 352-ാം വകുപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ നേതൃത്വത്തിന് അവകാശം കൊടുക്കുന്നുണ്ട്. ആന്തരികമായ സംഘർഷങ്ങൾ കൊണ്ട് രാജ്യത്തിന് ഏതെങ്കിലും രാജ്യത്തിന്റെ സ്ഥിരതയ്ക്ക് വിലങ്ങ് വരുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രസിഡന്റിന്റെ യുദ്ധകാലാടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് ഒപ്പുവാങ്ങി പ്രസിഡന്റ് എന്താ പറയുക ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു കാർട്ടൂണൊക്കെ പണ്ട് വന്നിരുന്നു. ശങ്കരന്റെ കാർട്ടൂണാണെന്നാണ് എൻ്റെ ഓർമ്മ. സത്യമാണ്, ടോയ്ലറ്റിൽ നിന്നാണെന്നല്ല.
അടിയന്തരമായി പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ കൊണ്ട് ജൂൺ 25-നാണ് പ്രധാനമന്ത്രിയുടെ വീട് വളയാൻ മൊറാർജി ദേശായി ആഹ്വാനം ചെയ്തത്. അതേ 25-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇനി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞത്, നമുക്ക് ഒരു വലിയ എക്കണോമിക് ഗ്രോത്തിന്റെ ആവശ്യം ഇപ്പോൾ ഉണ്ട്. സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾക്കും പാവങ്ങൾക്കും വേണ്ടി നടത്തുന്ന പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, അറിയാലോ, 974 ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്ന പൊഖ്റാൻ ആണവ വിസ്ഫോടന പരീക്ഷണത്തിന് ശേഷം ലോകരാജ്യങ്ങൾ മുഴുവനും ഇന്ത്യ വളർന്നു വരുന്നതിൽ അസൂയ കൊണ്ടിരിക്കുന്ന കാലമാണ്. മാത്രമല്ല, ബംഗ്ലാദേശ് രാഷ്ട്ര രൂപീകരണത്തിന് ശേഷം ഏഷ്യയിലെ ഒരു ഡിസിഷൻ മേക്കറായി ഇന്ത്യ വളർന്നു കഴിഞ്ഞിരുന്നു. അപ്പൊ ഇന്ത്യയുടെ വളർച്ചയിൽ അമേരിക്കയും ചൈനയും, എന്തിനേറെ പറയുന്നു, ഒരു പരിധിവരെ സോവിയറ്റ് റഷ്യ പോലും വിറളി പൂണ്ടിരുന്ന ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരുന്ന കാലമാണ്. ആ സമയത്താണ് ഈ അനാർക്കി ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു അനാർക്കിയെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ മൂവ്മെന്റിനെ നമുക്ക് അംഗീകരിക്കാം. അതിന്റെ പിറകിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ. പക്ഷെ അത്തരത്തിലൊന്നുമില്ല. ഇന്ദിരാഗാന്ധിയെ പുറത്തിറക്കുക എന്നുള്ളത് മാത്രമാണ്. ജനാധിപത്യമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് വഴിയൊരുക്കിയ പ്രതിപക്ഷം ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ അവർക്ക് സുപ്രീം കോടതിയുടെ വിധി വരെ കാത്തു നിൽക്കാമായിരുന്നു. മാത്രമല്ല, 976-ലേക്ക് ഇനി 975-ൽ നിന്നും ഒരു വർഷക്കാലം മാത്രമേ സമയമുള്ളൂ. ഒരു വർഷക്കാല സമയത്തിനുള്ളിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് ഇന്ദിരാഗാന്ധി തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇതിനൊന്നും അവർ തയ്യാറായില്ല. പകരം ഇന്ദിരാ ഹഠാവോ എന്ന് പറഞ്ഞ പഴയ മുദ്രാവാക്യത്തെ കൃത്യമായി പ്രാവർത്തികമാക്കത്തക്ക രീതിയിൽ രാജ്യത്ത് മുഴുവനും അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ കക്ഷികൾ മുഴുവനും പ്രവർത്തിച്ചു തുടങ്ങിയത്. ജയപ്രകാശ് നാരായൺ അദ്ദേഹത്തിന്റെ മൂവ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഛാത്രസേന, വിദ്യാർത്ഥികളുടെ സേനയിൽ ABVP-കാരാണ് മുഴുവൻ ഉണ്ടായിരുന്നത്. ഏറ്റവും കൃത്യമായി കാഡർ സ്വഭാവം RSSനുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വലിയ സംഘർഷങ്ങൾ നടന്നത്. ഇനി കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അത് മനസ്സിലാവും. ഈ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാർ ഏറ്റവും കൂടുതലുള്ള കണ്ണൂർ ജില്ലയിലാണ് ഇന്ന് RSS ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പൊ RSSകാർ ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. കാര്യം അവര് ഒരു കംപ്ലീറ്റ് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സർക്കാർ വരുന്നതിൽ RSSന് ശക്തമായ പ്രാതിനിധ്യത്തോടെ വരാൻ കഴിയും അവരുടെ കാഡർ സ്വഭാവം ഉപയോഗിച്ച് എന്നവർ വിശ്വസിച്ചിരുന്നു. ഇപ്പൊ കേരളത്തിനകത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ, അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നവര് ഏറ്റവും കൂടുതൽ ശക്തമായ കേന്ദ്രങ്ങളിലാണ് RSS ശക്തമായത് എന്നുള്ളതിന് ഒരൊറ്റ എക്സാമ്പിൾ മതി നമുക്ക് ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ. ഇക്കാലത്ത് ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കാൻ വേണ്ടി കൂട്ടുനിന്ന രാഷ്ട്രീയ കക്ഷികൾ ആരൊക്കെയാണെന്നറിയോ? ജനസംഘ്, ജമാഅത്തെ ഇസ്ലാമി, RSS, കോൺഗ്രസ് ഓർഗനൈസേഷൻ, സോഷ്യലിസ്റ്റുകൾ, എക്സ്ട്രീം നെക്സലൈറ്റുകൾ. നക്സൽ വാരി വിഷയങ്ങൾക്ക് ശേഷം ഈ അരക്ഷിതാവസ്ഥയിൽ നക്സലൈറ്റുകൾ ചെയ്തെന്ന് വെച്ചാൽ പല പല ഗ്രാമങ്ങളും കൈയടക്കി അവരുടെ ഭരണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അവരിനി ഇന്ത്യൻ ഭരണഘടനയിലുള്ളിലുള്ള സ്ഥലമല്ല, ഈ സ്ഥലം ഞങ്ങളാണ് ഭരിക്കാൻ പോകുന്നതെന്ന് നക്സലൈറ്റുകൾ പ്രഖ്യാപിച്ചു തുടങ്ങുകയാണ് ഓരോ ഭാഗത്തു നിന്ന്. അപ്പൊ ഇത് ഏത് തരത്തിലാണ് ഈ സംഘടനകളൊക്കെ കൂടെ ഏത് ഐഡിയോളജിന്റെ പുറത്താണ് ഒരുമിക്കാൻ കഴിയുക? ഒരു തരത്തിലും ഇവർക്ക് ഒരുമിക്കാൻ കഴിയുന്ന ഒന്നും തന്നെ ഇല്ല. ഇന്ദിരാഗാന്ധിയെ പുറത്തിറക്കുക എന്നുള്ളത് മാത്രമാണ് ഏക ലക്ഷ്യം. അപ്പം കൃത്യമായ ഐഡിയോളജിയോ പ്രിൻസിപ്പിളോ ഒരു ആൾട്ടർനേറ്റീവോ ഇല്ല. സർക്കാരിനെ താഴെ ഇറക്കി കഴിഞ്ഞാൽ അടുത്ത ആൾട്ടർനേറ്റീവ് എന്താണ്? അതും അവർക്ക് പറയാനില്ല. മാത്രമല്ല, വരുന്ന ഒരു വർഷക്കാലത്തിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ജനാധിപത്യപരമായിട്ടുള്ള ഒരു മര്യാദ സ്വീകരിക്കാനും തയ്യാറല്ല. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായ അരക്ഷിതാവസ്ഥയിലേക്ക് ജനം മാറുന്നു എന്നുള്ള അവസ്ഥ വന്നു. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ എമർജൻസി കാലത്ത് എന്തൊക്കെ നടപ്പിലാക്കി എന്നുള്ളത് ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന ഒരു കാര്യമാണ്.
ഒന്നാമത്തെ കാര്യം, പല പല സംസ്ഥാന സർക്കാരുകളും അകത്ത് നിന്നുകൊണ്ട് താഴെ ഇറക്കാൻ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ തകർക്കാൻ വേണ്ടി കലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫെഡറൽ വ്യവസ്ഥയിലുള്ള പ്രൊവിഷൻസ്, കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് കൺട്രോൾ ചെയ്തു. പിന്നെയോ ഫണ്ടമെന്റൽ റൈറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനു മുമ്പേ ബാങ്കിന്റെ ദേശസാൽക്കരണം അല്ലെങ്കിൽ പ്രിവി പേഴ്സ് നിർത്തലാക്കൽ മുതലായ വിഷയങ്ങളിൽ സുപ്രീം കോടതി സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായി ഭവിക്കേണ്ടുന്ന പല പരിപാടികളും നടപ്പിലാക്കുന്നതിൽ സുപ്രീം കോടതി ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് തടഞ്ഞുകൊണ്ടിരുന്നത്. അത് നിർത്തലാക്കി. പിന്നെ എന്താണ്, പ്രസിന്റെ മേലെ കൺട്രോൾ ഏർപ്പെടുത്തി. കാര്യം ഇന്ദിരാഗാന്ധി ഒരു ഡിക്റ്റേറ്ററാണ്, എന്താ പറയുക, ജനാധിപത്യ വിരുദ്ധയാണ് എന്ന് ഒരു ആന്റി കോൺഗ്രസ് ഇന്റലിജൻഷ്യ ഇന്ത്യയിൽ ഭയങ്കരമായ രീതിയിൽ വളർന്നിരുന്നു. ഇന്ദിരാഗാന്ധി ഇതെല്ലാം തകർക്കാൻ വേണ്ടി പറഞ്ഞവളാണ് എന്ന് മാഗസിനുകളിലും പത്രങ്ങളിലും ഒക്കെ എഴുതി ജനങ്ങളെ നിരന്തരമായി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ പത്രങ്ങളിൽ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തി. ഗവൺമെന്റിനെതിരെ ഒരു സമരവും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇതിനൊപ്പം ഇന്ദിരാഗാന്ധി പറഞ്ഞു ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം മാത്രമാണ്. എപ്പോഴാണോ രാജ്യം അതിന്റെ സെക്യൂരിറ്റിയും അതിന്റെ സ്റ്റെബിലിറ്റിയും റീഗെയിൻ ചെയ്യുന്നത്, ആ സമയത്ത് പൂർണ്ണമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലേക്ക് തിരിച്ചു പോകാൻ കഴിയും. മാത്രമല്ല മിസ എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി. ഈ മിസ ഉപയോഗിച്ചിട്ട് ഏറ്റവും കൂടുതൽ തടവിലാക്കപ്പെട്ടവർ രാഷ്ട്രീയക്കാരല്ല. ഏകദേശം 10,000-12,000 ആളുകൾ തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. അതിന് നല്ലൊരു പങ്ക് കള്ളക്കടത്തുകാരും കള്ളക്കച്ചവടക്കാരും ബിനാമികളുമായിരുന്നു. ആർക്കറിയാത്? കാര്യം രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള മുന്നേറ്റത്തിനും രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിനും ഏറ്റവും കൂടുതൽ എതിർത്ത് നിന്നിരുന്നത് ഈ കള്ളക്കടത്തുകാരും ബിനാമികളും ഇടനിലക്കാരുമായിരുന്നു. അങ്ങനെ കള്ളത്തരത്തിൽ പണം ഉണ്ടാക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള കള്ളന്മാരെയാണ് മിസ വഴിയിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ തടവുകാരെ അറസ്റ്റ് ചെയ്തത് എന്താ പറയാ താൽക്കാലികമായിട്ടുള്ള ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ അവരൊക്കെ വളരെ ചുരുങ്ങിയ സമയകാലത്തിനിടയിൽ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1975 തന്നെ ജയപ്രകാശ് നാരായണൻ റിലീസ് ചെയ്യപ്പെട്ടു. 76 ആരംഭത്തിൽ ചരൺ സിംഗും വാജ്പേയിയും റിലീസ് ചെയ്യപ്പെട്ടു. RSS, ആനന്ദ് മാർഗ്, ജമാഅത്തെ ഇസ്ലാമി മുതലായ സംഘടനകളെ നിരോധിച്ചു. നക്സലൈറ്റുകൾക്കെതിരെ ശക്തമായ തരത്തിലുള്ള പ്രതിരോധ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. ഇനി ഈ അടിയന്തരാവസ്ഥയ്ക്ക് കാലത്തുണ്ടായ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 1975 കാലഘട്ടത്തില് ശരിക്ക് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള്, പാവപ്പെട്ട കർഷകന്മാര് അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അടിയന്തരാവസ്ഥയെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും എതിർക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ അവസാനം പറയാം, അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും പറയാം. അതിന് ഇന്ദിരാഗാന്ധി മാപ്പ് പറഞ്ഞതും നമുക്ക് പറയാം. ഒക്കെ ഒരു മാപ്പിൽ മാത്രം കാര്യമില്ല. പക്ഷെ എനിവേ ഞാൻ കാര്യം പറയാം. അടിയന്തരാവസ്ഥയുടെ ആദ്യഘട്ടങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുഴുവനും അടിയന്തരാവസ്ഥയെ അംഗീകരിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഓഫീസിൽ ചെന്നാൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്, സർക്കാർ ഓഫീസിൽ ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നുണ്ട്. മാത്രമല്ല ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എക്കണോമിക് സിറ്റുവേഷൻസിൽ ഉണ്ടായി. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ മാറ്റം, വലിയ പുരോഗതി രാജ്യം കൈവരിച്ചു. 1975 കാലത്ത് വിലക്കയറ്റം ഗണ്യമായ രീതിയിൽ കുറഞ്ഞു. കോളേജുകളിലും സ്കൂളുകളിലും അധ്യാപകന്മാരുടെ പ്രവർത്തനം വളരെ പങ്ക്ച്വലായി. അധ്യാപകന്മാരും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കേണ്ട അവസ്ഥ വന്നു. മാത്രമല്ല ഇതേ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ 20 പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടക്കുകയായിരുന്നു. ഭവനമില്ലാത്ത ആളുകൾക്ക് ഭവന നിർമ്മാണത്തിന് സഹായങ്ങൾ നൽകുക, ചെറുകിട കർഷകന്മാരുടെ ലോണിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, അധികമായി ഭൂമി കൈവശം വെച്ച ആളുകളിൽ നിന്നും അധികമായിട്ടുള്ള ഭൂമി വാങ്ങി ലാൻഡ്ലെസ് ആയിട്ടുള്ള കർഷകന്മാർക്ക് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഡിക്റ്റേറ്റർ എന്ന് പറയുന്നത്
മുതലാളിക്ക് വേണ്ടിയല്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു. ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടാൽ ഇവിടുത്തെ പാവങ്ങൾ തൊലയും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ആ അടിയന്തരാവസ്ഥ കാലത്ത് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇനിയിപ്പോ മാരുതി എന്ന് പറയുന്ന ഒരു കാർ നിർമ്മാണ ഫാക്ടറിക്ക് വേണ്ടി സഞ്ജയ് ഗാന്ധിക്ക് വഴിവിട്ട സഹായം ചെയ്തു എന്നൊക്കെയാണ് അന്നത്തെ വലിയ പ്രതിരോധങ്ങളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. സുസുക്കി മാരുതി ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റം എത്രയാണ്? അപ്പൊ അന്നെടുത്ത തീരുമാനങ്ങൾ ഇന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണ്. രാജ്യം ഒരു നാശത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് തിരിച്ചു വന്നത് അടിയന്തരാവസ്ഥ കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ അതിൽ അതിശയോക്തിയില്ല. ഇനിയോ അടിയന്തരാവസ്ഥ ഏത് കാലം വരെ ഉണ്ടായിരുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 978 വരെയാണ്. 978 അല്ലെങ്കിൽ 977 നവംബർ വരെ എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന അടിയന്തരാവസ്ഥ. പക്ഷെ 976 ആകുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞത് 975നും 976 മധ്യത്തിലും അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു രീതിയെ ജനങ്ങള് വളരെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. സാധാരണ ജനങ്ങൾ, തീർച്ചയായിട്ടും വലിയ പൈസക്കാരനും ഇൻഡസ്ട്രിയലിസ്റ്റും ഒക്കെ ഇത് വലിയ പ്രശ്നമാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് വലിയ പ്രശ്നമാണ്. കൃത്യമായിട്ട് ജോലിക്ക് പോകണം, സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ. പക്ഷേ 976 ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കുറ്റം ആരോപിക്കപ്പെടേണ്ടത് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സഞ്ജയ് ഗാന്ധിയുടെ മേലെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ പലതും ശരിയുമാണ്. കാരണം സഞ്ജയ് ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ് ഒരുപക്ഷെ അതിലെ കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാര് അവരുടെ ഒരു വല്ലാത്തൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം വളരാൻ തുടങ്ങി. ഉദാഹരണത്തിന് അക്കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു 3 പോയിന്റ് പ്രോഗ്രാം ഉണ്ട്. ഒന്ന്, വന്ധ്യതാവൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യം. സത്യത്തിൽ അത് കൺവിക്ഷനോടെ ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് കാര്യമായിരുന്നെങ്കിൽ ഇത് ഏറ്റവും നല്ല കാര്യമാണ്. കാര്യം ജനസംഖ്യ നിയന്ത്രിക്കപ്പെടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു. പക്ഷെ പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കോട്ട നിശ്ചയിച്ചു. നിങ്ങളുടെ പീരീഡിനുള്ളിൽ ഇത്രയും ആൾക്കാരുടെ വന്ധ്യവൽക്കരണം നടത്തണം. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൺവിക്റ്റ് ചെയ്ത ആളുകളെ കൊണ്ടുവരുന്നതിന് പകരം ബലം പ്രയോഗിച്ച് ആളുകളെ വന്ധ്യവൽക്കരിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന അവസ്ഥ വന്നു. മാത്രമല്ല പോലീസിന് നല്ല പവർ കിട്ടിയപ്പോൾ, കാര്യം നക്സലൈറ്റുകൾക്കെതിരെയും സമൂഹത്തിലെ മറ്റ് മാഫിയകൾക്കെതിരെയും ഗുണ്ടാ സംഘങ്ങൾക്കെതിരെയും ശക്തമായി പ്രതിരോധിച്ചു തുടങ്ങിയ പോലീസിന്റെ അമിതാത്മവിശ്വാസത്തിൽ സാധാരണ ജനങ്ങളുടെ മേലെ മെക്കിട്ട് കയറാൻ തുടങ്ങി. ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ മാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നുള്ള കാലമല്ല. ശരിയായ വിവരങ്ങൾ തലപ്പത്തെത്താൻ കുറച്ച് കാലതാമസം വന്നു. അപ്പൊ ഈ അടിയന്തരാവസ്ഥയുടെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അപ്പോൾ തന്നെ 78 വരെ അടിയന്തരാവസ്ഥ തുടരാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ ഏതാനും മാസക്കാലങ്ങളായി അടിയന്തരാവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇന്ദിരാഗാന്ധി 1977 ജനുവരി മാസത്തില് അടിയന്തരാവസ്ഥ ഒഴിവാക്കുകയാണ്. ജനുവരി 18 അടിയന്തരാവസ്ഥ ഒഴിവാക്കുകയാണ്. അങ്ങനെ മാർച്ചിൽ ഇലക്ഷൻ തീരുമാനിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ദിരാഗാന്ധിക്ക് ഒരു ഏകാധിപതിയായി തുടരാനായിരുന്നു ആഗ്രഹമെങ്കിൽ ഒരു വർഷക്കാലവും കൂടെ ഇനിയും മുന്നോട്ടുണ്ടായിരുന്നു. പക്ഷേ അവരതിന് തയ്യാറായിട്ടില്ല. മാത്രമല്ല അവരെന്താണ് ചെയ്തത്? പൊതു തെരഞ്ഞെടുപ്പിലേക്ക് ആളുകളെ വിളിക്കുകയാണ് ചെയ്തത്. എന്നിട്ടോ 1977 തെരഞ്ഞെടുപ്പ് നടന്നത് എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ തരത്തിലും ഇഡിനെയും സകല ജനാധിപത്യ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ബയാസ് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് 977 തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷൻസ്, മാൽ പ്രാക്ടീസ് ഭരിക്കുന്ന സർക്കാർ ചെയ്തോ എന്ന് നിങ്ങൾ ചരിത്രത്തിൽ പഠിച്ചു നോക്കും. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു മുന്നോക്കം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ പകരം അവർ ആ പരാജയത്തെ പൂർണ്ണമായും ആക്സെപ്റ്റ് ചെയ്തു. പരാജയത്തിന് മുമ്പ് തന്നെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി പൊതുജനങ്ങളോട് പറഞ്ഞു, അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ നിങ്ങളുടെ ചില ദുരനുഭവങ്ങൾക്ക് ഞാൻ മാപ്പ് പറയുകയാണ്. പക്ഷേ
അടിയന്തരാവസ്ഥയിലേക്ക് ഇന്ത്യയെ നയിച്ച ആർക്കും തന്നെ ഒന്നും ഇപ്പോൾ പറയാനില്ല. ഇനിയോ 1977 തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ദിരാഗാന്ധിയെ തകർക്കാൻ വേണ്ടി തീരുമാനിച്ച ആളുകൾ അവർ ഭരണമുന്നണി ഉണ്ടാക്കിയത് നമ്മൾ കണ്ടു. ആ ഭരണകാലത്ത് ആ സർക്കാരുകൾ സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ളതാണ് എന്ന് വാദിക്കുമ്പോഴും എടുത്തിട്ടുള്ള നയപരിപാടികൾ എന്താണ് എന്ന് നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കൂ. പൂർണ്ണമായിട്ടും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരായി സാധാരണ ജനങ്ങളിൽ നിന്നും അകന്നു പോകുന്നത് നമ്മൾ പിന്നീട് കാണുകയാണ്. അങ്ങനെയാണല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇന്ദിരാഗാന്ധി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു വരുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധിനെ അന്നത്തെ ജീവിച്ച ജനം മനസ്സിലാക്കിയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ പല കാര്യങ്ങളും അന്നത്തെ ജനത്തിന് ബോധ്യമുണ്ടായിരുന്നു, അതൊരു ആവശ്യമുള്ള കാര്യമായിരുന്നു എന്ന്. പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള പല അക്രമങ്ങളും അത് ഇന്ദിരാഗാന്ധിയുടെ അറിവോടെ ആയിരുന്നില്ല എന്നും അവർക്കറിയാമായിരുന്നു. അതിന് ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യൻ ജനത ഒരു കൊട്ടുകൊടുത്തു. കൃത്യമായി ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ ജനത ശിക്ഷിച്ചു. ഈ അവസരത്തില് അല്ലെങ്കിൽ അത് ഇന്ദിരാഗാന്ധി ചെയ്ത തെറ്റുകൊണ്ടല്ല, ഇന്ദിരാഗാന്ധിയുടെ പേര് പറഞ്ഞ് പലരും ചെയ്ത അക്രമങ്ങൾക്കെതിരെ. പക്ഷെ അതേ ഇന്ദിരാഗാന്ധിയെ ഇന്ത്യൻ ജനത വീണ്ടെടുക്കുന്നതും നമ്മൾ കാണുകയാണ്. അപ്പം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ജൂൺ 12 അലഹബാദ് ഹൈക്കോടതി എടുത്തപ്പോൾ ഒരു തീരുമാനത്തിന്റെ പുറത്തുണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ആണ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ തെറ്റി. അപ്പൊ അടിയന്തരാവസ്ഥയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 3 വർഷം മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി മനസ്സിലാക്കാൻ സാധിക്കണം.